Welcome back to Leap. Another first question. See, recently നമ്മൾ കണ്ടതാണ് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ മിസ്റ്റർ ജഗ്ദീപ് ധൻഖർ റിസൈൻ ചെയ്യുന്നത്. സോ അതായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ് ആദ്യം നമ്മൾ കാണാൻ പോകുന്നത്. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. When the vice president of India resigns, the deputy chairman of Rajya Sabha becomes the acting vice president എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. അതായത് നിലവിലെ വൈസ് പ്രസിഡന്റ് റിസൈൻ ചെയ്യുമ്പോൾ നിലവിലെ ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭ ഇന്ത്യയുടെ ആക്ടിംഗ് വൈസ് പ്രസിഡന്റ് ആയിട്ട് മാറും എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. നമ്മൾ കണ്ടു ഈയിടെ നിലവിലെ വൈസ് പ്രസിഡന്റ് സ്ഥാനമൊഴിയുന്നത് നമ്മൾ കണ്ടു. പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ട് എവിടെയെങ്കിലും നമ്മൾ കേട്ടോ ഡെപ്യൂട്ടി ചെയർമാൻ വൈസ് പ്രസിഡന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ആക്ടിംഗ് വൈസ് പ്രസിഡന്റ് ആയി മാറി എന്നൊരു ന്യൂസ് നമ്മൾ എങ്ങും കണ്ടിട്ടില്ല അല്ലേ? കാരണം നിലവിലെ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ചെയർമാൻ ഓഫ് രാജ്യസഭയാണ്. അപ്പം വൈസ് പ്രസിഡന്റ് റിസൈൻ ചെയ്യുമ്പോൾ ഡെപ്യൂട്ടി ചെയർമാൻ ആക്ടിംഗ് പ്രസിഡന്റായി മാറി എന്നൊരു ന്യൂസ് നമ്മൾ കേട്ടിട്ടില്ല. ഇനി അത് മാത്രമല്ല, നിങ്ങൾ ലോജിക്കലി ആലോചിച്ച് നോക്കൂ. സി, വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് രാജ്യസഭ ആവുകയാണ്. അതായത് അദ്ദേഹം വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആയതുകൊണ്ടാണ് അദ്ദേഹം രാജ്യസഭയുടെ ചെയർമാനായി അല്ലെങ്കിൽ ചെയർപേഴ്സണായി വരുന്നത്. അതായത് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒറ്റ ഡ്യൂട്ടി മാത്രമല്ല, രാജ്യസഭയുടെ ചെയർ ആവുക എന്നുള്ള ഡ്യൂട്ടി മാത്രമല്ല അദ്ദേഹത്തിന് ഒരുപാട് വേറെ ഡ്യൂട്ടീസും ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പം ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭയുടെ ഡ്യൂട്ടി എന്താ? ചെയർമാൻ ഇല്ലാത്ത സമയത്ത് ഹൗസിനെ നിയന്ത്രിക്കുക എന്നുള്ള ഒറ്റ ഡ്യൂട്ടിയേ ഉള്ളൂ. അപ്പൊ ലോജിക്കലി നോക്കുകയാണെങ്കിൽ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് വലിയൊരു പോസ്റ്റാണ്. അവിടേക്ക് കേവലം രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ ഒരിക്കലും ആക്ടിംഗ് പ്രസിഡന്റായി മാറില്ല എന്നുള്ള ലോജിക്ക് പ്രയോഗിക്കുകയാണെങ്കിലും നമുക്ക് എന്തെടുക്കാം? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് റോങ് ആയിട്ട് എടുക്കാം. ആൻഡ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കൂ. ന്യൂലി ഇലക്ടഡ് വൈസ് പ്രസിഡന്റ് ഡു നോട്ട് ഗെറ്റ് എ ഫുൾ 5-year ടേം. അതായത് ഇപ്പം ഇടയ്ക്ക് വെച്ച് റിസൈൻ ചെയ്തതുകൊണ്ട് പുതിയതായിട്ട് വരുന്ന വൈസ് പ്രസിഡന്റിന് ഫുൾ 5-year ടേം കിട്ടില്ല. ഇദ്ദേഹം ബാക്കി വെച്ചിട്ട് പോയത് എത്രയാണോ അത്രയും മാത്രമേ കിട്ടത്തുള്ളൂ എന്നാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. ഇത് ശരിയാണോ? ഇത് ശരിയല്ല എന്ന് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 67 നോക്കുമ്പോൾ മനസ്സിലാകും. ആർട്ടിക്കിൾ 67-ൽ പറയുന്നുണ്ട്, പുതിയതായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന വൈസ് പ്രസിഡന്റ് ഫുൾ 5-year ടേമിലേക്കായിരിക്കും അദ്ദേഹത്തിന്റെ ഓഫീസ് ഉണ്ടാവുക. സോ statement 2 is also wrong. That means our right answer is neither 1 nor 2. അതായത് രണ്ട് സ്റ്റേറ്റ്മെന്റ്സും തെറ്റാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് ഇങ്ങനെയാണ്: വൈസ് പ്രസിഡന്റ് റിസൈൻ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ പോസ്റ്റ് വേക്കന്റ് ആവുകയാണെങ്കിൽ എത്രയും വേഗം ആ പോസ്റ്റ് ഫില്ല് ചെയ്യാനുള്ള എലക്ഷൻ നടത്തണം എന്നാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത്. അല്ലാതെ ഒരു ആക്ടിംഗ് വൈസ് പ്രസിഡന്റ് വരണം എന്നൊന്നും പറയുന്നില്ല. എത്രയും വേഗം പോസ്റ്റ് ഫില്ല് ചെയ്യാനുള്ള എലക്ഷൻ നടത്തി ആ പോസ്റ്റ് ഫില്ല് ചെയ്യുക. ആൻഡ് പുതിയതായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന വൈസ് പ്രസിഡന്റ് ആസ് പെർ ആർട്ടിക്കിൾ 67 ഫുൾ 5-year ടേം ലഭിക്കുന്നതാണ്. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് വൺ. സി, ഈ ക്വസ്റ്റ്യൻ കാണുമ്പം പലരും വിചാരിക്കും, എടേ മലേറിയയെ കുറിച്ച് എന്തിന്, അതും അതിന്റെ ബേസിക് സയൻസ് കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനെന്താണ് കറണ്ട് അഫെയറിൽ ഉള്ള സ്ഥാനം, അല്ലെങ്കിൽ UPSC പ്രിലിംസിൽ ഈ ടൈപ്പ് ചോദ്യങ്ങൾ ചോദിക്കുമോ എന്നൊരു ഡൗട്ട് പലർക്കും ഉണ്ടാവും. നമുക്ക് സ്റ്റേറ്റ്മെന്റ്സ് ഒന്ന് നോക്കിയിട്ട് വരാം. Consider the following statements regarding malaria. First one is, malaria is caused by a virus transmitted through the bite of an infected female Anopheles mosquito. So, basic science. Next one, second statement, chloroquine is a widely used anti-malarial drug, but resistance to it has become a significant challenge in many parts of the world. Okay, അതും ഒരു ബേസിക് സയൻസ് സാധനം. ആൻഡ് ഇന്ത്യ വാസ് ഡിക്ലെയർഡ് എ മലേറിയ ഫ്രീ കൺട്രി ബൈ ദി WHO in 2024. ഓക്കെ, വേണമെങ്കിൽ അത് ഒരു കറണ്ട് അഫെയർ ആയിട്ട് കൺസിഡർ ചെയ്യാം എന്നല്ലേ ഒരു ഇതിലേ ഉള്ളൂ. പക്ഷേ അതല്ല സംഭവം. ശരിക്കും ഇതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു വലിയ ന്യൂസ് റീസെന്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ ന്യൂസിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ഇതിനകത്തെ സ്റ്റേറ്റ്മെന്റ് 1-ഉം സ്റ്റേറ്റ്മെന്റ് 2-ഉം നമുക്ക് ഈസി ആയിട്ട് ശരിയാണോ തെറ്റാണോ എന്ന് കണ്ടുപിടിക്കാൻ നോക്കൂ. മലേറിയ ഈസ് കോസ്ഡ് ബൈ എ വൈറസ് ട്രാൻസ്മിറ്റഡ് ത്രൂ. വൈറൽ ഡിസീസ് ആണോ ഇത്? മലേറിയ ഒരു വൈറൽ ഡിസീസ് അല്ല. മലേറിയ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു വൈറസ് അല്ല.
അത് പ്ലാസ്മോഡിയമാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഒരു വൈറൽ ഡിസീസ് അല്ല. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെന്റ് 1 എന്ത് തെറ്റാണെന്ന് എടുക്കുന്നു. സ്റ്റേറ്റ്മെന്റ് 1 തെറ്റുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടുന്നുണ്ടല്ലോ. 2 only is the right. 2 only കറക്റ്റ് ആണ്. നോക്കൂ, ക്ലോറോക്വിൻ എന്ന് പറയുന്ന ആന്റി മലേറിയൽ ഡ്രഗ് ആണ് വർഷങ്ങളായിട്ട് യൂസ് ചെയ്തുകൊണ്ട്, വർഷങ്ങൾ എന്ന് പറയാൻ പറ്റത്തില്ല, ഡെക്കേഡ്സ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പക്ഷെ അതിനോട് എന്ത് പറ്റി? ഇപ്പം റെസിസ്റ്റൻസ് ഈ പ്ലാസ്മോഡിയം കാണിച്ചു തുടങ്ങി. അതായത് ആ മരുന്നിനെ തോൽപ്പിക്കുന്ന രീതിയിലേക്ക് ഈ മൈക്രോ ഓർഗാനിസം വളരാനും സ്പ്രെഡ് ചെയ്യാനും തുടങ്ങി. ഓക്കെ, അത് വലിയൊരു ചലഞ്ചാണ്. അതായത് ഈ മലേറിയ കണ്ടെയ്ൻ ചെയ്യുന്നതിനകത്ത് ഈ ഡ്രഗ് വലിയ സ്ഥാനം വഹിച്ചിരുന്നു. പക്ഷേ ഇപ്പം അതിനോട് റെസിസ്റ്റൻസ് കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ മൈക്രോ ഓർഗാനിസം. അത് കാരണം മലേറിയ കണ്ടെയ്ൻ ചെയ്യുക എന്ന് പറയുന്നത് ഇപ്പോൾ റൈറ്റ് ഒരു ചലഞ്ചായി മാറിയിരിക്കുകയാണ്. അവിടെയാണ് നമ്മുടെ ന്യൂസിൻ്റെ സ്ഥാനം ഇരിക്കുന്നത്. ഓക്കെ, അവിടെയാണ് നമ്മുടെ ന്യൂസിൻ്റെ സ്ഥാനം ഇരിക്കുന്നത്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റീസെൻ്റ്ലി ICMR ഒരു പുതിയ വാക്സിൻ ഡെവലപ്പ് ചെയ്തു, ആഡ്ഫാൽസി വാക്സ്. ഇതാണ് എന്തിലുണ്ടായിരുന്നത്? ന്യൂസിലുണ്ടായിരുന്ന കാര്യം ഇതാണ്. അതായത് ICMR ഹാസ് അനൗൺസ്ഡ് എ കാൻഡിഡേറ്റ് വാക്സിൻ ഫോർ മലേറിയ എന്ന് പറഞ്ഞിട്ടാണ് ന്യൂസ്. അപ്പോൾ ഈ ആഡ്ഫാൽസി വാക്സിനെ കുറിച്ച് ക്വസ്റ്റ്യൻ ഒന്നും വരാനുള്ള സാധ്യതയില്ല. പകരം മലേറിയയുടെ ബേസിക്സ് വെച്ചിട്ട് ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ തരത്തിൽ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മളൊന്ന് ഓർത്തിരിക്കണം. ബിക്കോസ് ഫോർ മെയിൻസിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്റർവ്യൂവിനോ ഒക്കെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നോ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ആഡ്ഫാൽസി വാക്സ് എന്ന് പറയുന്ന ഒരു കാൻഡിഡേറ്റ് വാക്സിൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ICMR ആണ് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. അപ്പം നമുക്ക് അതൊരു പ്രൗഡ് മൊമെന്റ് ആണ്, അല്ലേ? അപ്പം ഇനി നോക്കൂ, ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്നുള്ളത് നമുക്ക് കിട്ടി. എന്തുകൊണ്ട് തെറ്റിയെന്ന് നോക്കൂ. ഇന്ത്യ ഇതുവരെ മലേറിയ ഫ്രീ ആയിട്ടില്ല. അതാണ് ഏറ്റവും വലിയ കാര്യം. ഇന്ത്യ മലേറിയ ഫ്രീ ആയിട്ടില്ല. ഇന്ത്യക്ക് ഒരു മലേറിയ എലിമിനേഷനുള്ള ഒരു ഫ്രെയിംവർക്ക് നമ്മൾ 2016 ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ പ്രകാരം 2027 ഇൻഡിജനസ് മലേറിയ കേസസ് ഇല്ലാതാക്കുകയും 2030 പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുകയും ചെയ്യണം എന്നുള്ളൊരു ലക്ഷ്യമുണ്ട് നമുക്ക്. അപ്പം നാഷണൽ ഫ്രെയിംവർക്ക് ഫോർ മലേറിയ എലിമിനേഷൻ പ്രകാരം 2027 എന്താണ്? 0 ഇൻഡിജനസ് കേസസ്. 0 ഇൻഡിജനസ് കേസസ്, അതായത് തദ്ദേശീയമായി ഇന്ത്യയിൽ നിന്ന് മലേറിയ കേസസ് വരാൻ പാടില്ല. 2030 എന്താണ്? കംപ്ലീറ്റ് ആയിട്ട് മലേറിയ ഇന്ത്യയിൽ നിന്നും തുടച്ചു നീക്കണം. ഇതാണ് നമ്മുടെ ടാർഗറ്റ്. അപ്പം മലേറിയ ഫ്രീ കൺട്രി ആയെന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? അല്ല, അത് തെറ്റാണ്. സോ 2 only is the right answer. Moving on to the next one from geography, മാഡൻ-ജൂലിയൻ ഓസിലേഷനെ കുറിച്ചിട്ട്. സ്ഥിരമായിട്ട് UPSC ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയ ആണ് എൽ നീനോ അല്ലെങ്കിൽ ഇന്ത്യൻ മൺസൂൺ എന്ന് പറയുന്നത്. ഈ ഏരിയ മൺസൂൺ റിലേറ്റഡ് ആയിട്ടുള്ള ഇവൻറ്റ്സ് എല്ലാം എപ്പോഴും ജോഗ്രഫിയിൽ ചോദിക്കാനായിട്ട് UPSCക്ക് ഇഷ്ടമാണ്. എൽ നീനോ പലതവണ ചോദിച്ചിട്ടും കുട്ടികൾ വീണ്ടും റിപ്പീറ്റഡ്ലി തെറ്റിക്കുന്ന പറഞ്ഞോ. എൽ നീനോ സദേൺ ഓസിലേഷനൊക്കെ പലതവണ ചോദിച്ചിട്ടുണ്ട്. ആ മൺസൂണുമായിട്ട് തന്നെ ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു പ്രതിഭാസമാണ് മാഡൻ-ജൂലിയൻ ഓസിലേഷൻ അല്ലെങ്കിൽ MJO എന്ന് നമ്മൾ പറയുന്ന സാധനം. അതിനെക്കുറിച്ച് 3 സ്റ്റേറ്റ്മെന്റ്സ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഇപ്പോൾ മൺസൂൺ സീസൺ ആണ്. മൺസൂണിന്റെ വരവ് എങ്ങനെയായിരുന്നു എന്ന് നമുക്കറിയാം. കാരണം ഏർലി മൺസൂൺ ആണ് നമുക്ക് ഇത്തവണ വന്നിട്ടുള്ളത്. അതായത് ഫസ്റ്റ് ജൂണിന് മുമ്പ് തന്നെ വലിയ രീതിയിൽ മഴ പെയ്തു. ഇപ്പം ഒരു നോർമൽ മൺസൂണിന്റെ ഫേസിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്, അല്ലേ? മൺസൂണിന്റെ പ്രത്യേകത നമുക്കറിയാമല്ലോ. കണ്ടിന്യൂസ് റെയിൻ ആയിരിക്കത്തില്ല. കുറച്ച് ദിവസം മഴ പെയ്യും, പിന്നെ ഒരു ഗ്യാപ്പ് എടുക്കും, വീണ്ടും മഴ പെയ്യും. ഇതാണ് മൺസൂണിന്റെ ഒരു പൊതു സ്വഭാവം. സോ അത് കാരണം മാഡൻ-ജൂലിയൻ ഓസിലേഷൻ ന്യൂസിലുണ്ടായിരുന്നു. നോക്കൂ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ദി എഫക്ട് ഓഫ് ദി MJO ഈസ് വിറ്റ്നസ്ഡ് മെയിൻലി ഇൻ ട്രോപ്പിക്കൽ റീജിയൻ. MJOയുടെ സാന്നിധ്യം പ്രധാനമായിട്ടും നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത് ട്രോപ്പിക്കൽ റീജിയണിലാണ്. ഇന്ത്യ ഒരു ട്രോപ്പിക്കൽ റീജിയണിലുള്ള കൺട്രി അല്ലേ? ട്രോപ്പിക് ഓഫ് ക്യാൻസർ നമ്മുടെ നാട്ടിൽ ഒത്തും നടുക്കൂടെ കടന്നു പോകുന്ന ഒരു രാജ്യമാണ്. സോ നമ്മളെന്താണ്? ട്രോപ്പിക്കൽ രാജ്യമാണ്. പ്രത്യേകിച്ച് ടുവേർഡ്സ് ദി സൗത്ത് ഓഫ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ. മനസ്സിലായില്ലേ? നമ്മുടെ സദേൺ പെനിൻസുല എന്ന് പറയുന്ന സാധനം, ഇന്ത്യൻ പെനിൻസുല എന്ന് പറയുന്ന സാധനം പക്ക ഇക്വേറ്ററിനും ട്രോപ്പിക് ഓഫ് ക്യാൻസറിനും ഇടയിൽ കിടക്കുന്ന ട്രോപ്പിക്കൽ ഏരിയ ആണ്. സോ ഇന്ത്യ ബേസിക്കലി ഒരു ട്രോപ്പിക്കൽ കൺട്രിയാണ്. അപ്പം ഇന്ത്യയിൽ മാഡൻ-ജൂലിയൻ ഓസിലേഷന്റെ എഫക്റ്റ് നല്ലവണ്ണം കാണാൻ കഴിയുമോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കണം. അതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്.
ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കൂ. വെൻ ദി എൻഹാൻസ്ഡ് convective phase of MJO is positioned over the Indian Ocean, it generally leads to a suppression of rainfall and delays the onset of monsoon. അതായത് എൻഹാൻസ്ഡ് കൺവെക്റ്റീവ് ഫേസിലേക്ക് MJO എത്തുമ്പോൾ, പ്രത്യേകിച്ച് അത് ഇന്ത്യൻ ഓഷ്യന് മുകളിലേക്ക് വരുമ്പോൾ എന്താണ്, നമുക്ക് മൺസൂൺ മാറിപ്പോവുകയും മഴ കുറയുകയും ചെയ്യുന്നു എന്ന് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നു. തേർഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നു, MJO's active phase can strengthen cross equatorial winds and increase the moisture convergence, creating conditions favorable for an early monsoon onset. MJOയുടെ ആക്റ്റീവ് ഫേസ് മൺസൂണിന്റെ വരവ് നേരത്തെയാക്കുന്നു, കൂടുതൽ നല്ല മൺസൂൺ നമുക്ക് കിട്ടാൻ കാരണമാകുന്നു എന്ന് പറയുന്നു. ഇതിനകത്ത് ബേസിക് ആയിട്ടും MJO എന്താണ് എന്നറിയാതെ നമുക്ക് ഇതിനെക്കുറിച്ച് ഗസ് ചെയ്യാനൊക്കില്ല. സോ നോക്കൂ, MJO എന്താ നോക്കൂ. ഇറ്റ്സ് ആൻ ഈസ്റ്റ്വേർഡ് മൂവിങ് പൾസ് ഓഫ് ക്ലൗഡ്സ്, റെയിൻഫോൾ ആൻഡ് വിൻഡ്. അതായത് ഈസ്റ്റ്വേർഡ് മൂവ് ചെയ്യുന്ന പൾസ് ഓഫ് ക്ലൗഡ്സ്, റെയിൻഫോൾ ആൻഡ് വിൻഡിനെയാണ് എന്ത് MJO എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് സർക്കിൾസ് ദി ഗ്ലോബ് ഇൻ ദി ട്രോപ്പിക്സ്. സോ ട്രോപ്പിക്കൽ ഏരിയയിലെ ഗ്ലോബിനെ സർക്കിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന an eastward moving pulse of clouds, rains and വിൻഡിനെയാണ് എന്ത് നമ്മൾ വിളിക്കുന്നത്, MJO എന്ന് വിളിക്കുന്നത്. സോ ഫസ്റ്റ് ഓപ്ഷൻ അന്നേരം കറക്റ്റ് ആയില്ലേ. ട്രോപ്പിക്കൽ റീജിയനിൽ ഗ്ലോബിനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന പ്രതിഭാസമാണ് MJO. അപ്പം അതിന്റെ എഫക്റ്റ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ട്രോപ്പിക്കൽ റീജിയനിലായിരിക്കും. സോ ഫസ്റ്റ് വണ്ണ് കറക്റ്റ് ആയി. ഇനി സെക്കൻഡ് വൺ നോക്കൂ. എൻഹാൻസ്ഡ് കൺവെക്റ്റീവ് ഫേസിന്റെ മറ്റൊരു പേരാണ് ആക്റ്റീവ് ഫേസ്. മനസ്സിലായില്ലേ? ഈ എൻഹാൻസ്ഡ് കൺവെക്റ്റീവ് ഫേസിനെ തന്നെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ആക്റ്റീവ് ഫേസ് എന്ന് പറയാൻ പറ്റുന്നത്. സോ ആക്റ്റീവ് ഫേസിൽ, MJOയുടെ ആക്റ്റീവ് ഫേസിൽ ഇന്ത്യയിൽ എന്താ സംഭവിക്കുക, സപ്രഷൻ ഓഫ് റെയിൻഫോൾ അല്ല ഉണ്ടാവുക, നല്ല അടിപൊളി റെയിൻഫോൾ ഉണ്ടാവും. മൺസൂൺ നല്ല സ്ട്രോങ് മൺസൂൺ ആയിരിക്കും. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്, തെറ്റാണ്. അങ്ങനെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാവുമ്പോൾ ഇതിൽ എയോ ബിയോ ആയിരിക്കും ആൻസർ എന്ന് നമുക്ക് ഉറപ്പാണ്. അപ്പൊ എൻഹാൻസ്ഡ് കൺവെക്റ്റീവ് ഫേസ് എന്ന് എടുത്തുകൊണ്ട് തെറ്റിക്കരുത്. അത് MJOയുടെ ആക്റ്റീവ് ഫേസ് ആണ് കാണിക്കുന്നത്. MJOയുടെ ആക്റ്റീവ് ഫേസിൽ എന്താ സംഭവിക്കുന്നത്, വിൻസിന്റെ ഭയങ്കരമായിട്ടുള്ള ഒരു കൺവെർജൻസും റൈസും ഉണ്ടാകും. അതായത് വിൻസ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ മേളിലോട്ട് പോവും. ഓക്കെ, മേളിലോട്ട് പോയിട്ട് അതെന്തെടുക്കും, ഇങ്ങനെ പോവും, വന്ന് ഇവിടെ താഴെ കൺവെർജ് ചെയ്യുന്നു, സർഫസിൽ വന്ന് കൺവെർജ് ചെയ്യുന്നു, ഇങ്ങനെ പോകുന്നു, എന്നിട്ട് പോയിട്ട് എവിടെ ഇറങ്ങും, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് യാത്ര ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് കൂൾ ഡൗൺ ആയിട്ട് ട്രോപ്പിക്സിലേക്ക് ഇറങ്ങും. മനസ്സിലായോ? ഇങ്ങനെ ഇതിങ്ങനെ ഈ സാധനത്തിനെയാണ് ആക്റ്റീവ് ഫേസ് എന്ന് വിളിക്കുന്നത്. ഈ ആക്റ്റീവ് ഫേസിൽ എത്തുമ്പോൾ സർഫസ് വിൻസ് കൺവെർജ് ചെയ്ത് റൈസ് ചെയ്യുന്നു. ആ റൈസ് ചെയ്ത് പോകുന്ന സാധനം കുറച്ച് ദൂരം യാത്ര ചെയ്ത് കഴിയുമ്പോൾ മോയിസ്റ്റ് ആയിട്ട് കൂളായി കണ്ടൻസ് ആയിട്ട് എന്ത് വരുന്നു, വലിയ ക്ലൗഡ്സും എക്സസീവ് റെയിൻഫോളും ആയിട്ട് താഴേക്ക് വരുന്നു. മനസ്സിലായോ? തണുത്ത് കഴിയുമ്പോഴത്തെ എക്സസീവ് റെയിൻഫോൾ ഉണ്ടാവുന്നു. അപ്പൊ സർഫസ് വിൻസ് മോയിസ്ചർ എടുത്തുകൊണ്ട് ഇങ്ങനെ വരും. എന്നിട്ട് ഇത് മുകളിലേക്ക് റൈസ് ആവും. റൈസ് ആയി കഴിഞ്ഞിട്ട് കുറച്ച് ദൂരം യാത്ര ചെയ്ത് കഴിയുമ്പോൾ തണുക്കുന്നു, കണ്ടൻസ് ആവുന്നു, താഴേക്ക് ഹെവി റെയിൻഫോളിന്റെ രൂപത്തിൽ വരുന്നു. അത് ഇന്ത്യൻ ഓഷ്യന്റെ മുകളിലേക്ക് എത്തുമ്പോഴത്തേക്ക് എന്തായിരിക്കും, ഇന്ത്യയിൽ നല്ല മഴ പെയ്യിപ്പിക്കും. മാത്രമല്ല ആക്റ്റീവ് ഫേസിൽ ക്രോസ് ഇക്വറ്റോറിയൽ വിൻസ് സ്ട്രോങ് ആയിരിക്കും. അതായത് നമുക്കറിയാമല്ലോ, നമ്മുടെ സൗത്ത് വെസ്റ്റ് മൺസൂണിന്റെ കാറ്റ് എവിടെ നിന്ന് വരുന്നു, അങ്ങ് താഴേന്നാണ് വരുന്നല്ലേ, മഡഗാസ്കറിന്റെ സൈഡിൽ നിന്നാണ് ഇത് ജനറേറ്റ് ചെയ്ത് വരുന്നത്. സോ അത് ഇക്വേറ്റർ ക്രോസ് ചെയ്ത് നോർത്തേൺ ഹെമിസ്ഫിയറിലോട്ട് കയറുമ്പോഴാണ് ഇത് സൗത്ത് വെസ്റ്റ് മൺസൂണായി മാറുന്നത്. അങ്ങനെ ക്രോസ് ഇക്വറ്റോറിയൽ വിൻഡിനെ സ്ട്രെങ്തൻ ചെയ്യുന്നുകൊണ്ട്, മോയിസ്ചർ കൺവെർജൻസ് കൂട്ടിക്കൊണ്ട് മൺസൂൺ നേരത്തെയാക്കി, മൺസൂൺ നല്ല സ്ട്രോങ് ആക്കി തരുന്നുണ്ട്. എന്ത്, മാഡൻ ജൂലിയൻ ഓസിലേഷൻ. നിങ്ങൾ ടെക്സ്റ്റിൽ പഠിക്കുന്ന കാര്യമാണ്. സോ റൈറ്റ് ആൻസർ ഈസ് 1 and 3. ടെക്സ്റ്റിൽ പഠിക്കുന്ന, പ്രത്യേകിച്ച് ജിയോഗ്രഫി, നമ്മുടെ ടെക്സ്റ്റിൽ പഠിക്കുന്ന എന്ത് കാര്യവും ന്യൂസിലുണ്ടെങ്കിൽ അത് വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഒരു സംശയവും ഇല്ലാതെ പറയാം, ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ബിക്കോസ് നമ്മുടെ ടെക്സ്റ്റിലുള്ള സാധനമാണ്, അത് ന്യൂസിലും കൂടെ വരുമ്പോഴത്തേക്കും വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് വൺ നോക്കൂ. വീണ്ടും എൻവയൺമെന്റിൽ നിന്നൊരു ചോദ്യമാണ്. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ലൻഡാന കെമാര. ലൻഡാന കെമാര എന്ന് പറയുന്ന ഒരു ചെടിയെ കുറിച്ചിട്ടാണ് ചോദ്യം. ഇങ്ങനെ ചോദ്യം വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, എൻവയൺമെന്റ് റിലേറ്റഡ് ആയിട്ട് പക്ഷികൾ, മൃഗങ്ങൾ,
പൂക്കൾ, ഇനി പൂവൊന്നും പുഷ്പിക്കാത്ത ചെടികളായിക്കോട്ടെ, എന്ത് വന്നാലും അത് നമ്മൾ വായിച്ചു വെക്കണം. കാരണം പേരറിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഇപ്പം ലണ്ടന കെമര എന്ന് പറയുമ്പോൾ പലർക്കും ഈ പൂ എന്താണ് അല്ലെങ്കിൽ ചെടി എന്താണ് എന്ന് മൈൻഡിലോട്ട് എത്തത്തില്ല. എത്തിക്കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് ആൻസർ ചെയ്യാൻ നോക്കും. പലപ്പോഴും അതാണ് പ്രശ്നം. എൻവയോൺമെന്റിലെ പല ചോദ്യങ്ങളും ചോദിക്കുന്നത് സയന്റിഫിക് ടേംസ് ഒക്കെ തന്നിട്ട് ഇത് എന്ത് ടൈപ്പ് ആനിമൽ ആണ്. ഇപ്പൊ എത്രയോ തവണ കഴിഞ്ഞ പ്രിലിംസിൽ ചോദിച്ചിട്ടുണ്ട്. അതായത് നമുക്കറിയാത്ത കുറച്ച് പേരുകൾ തരും, എന്നിട്ട് ചോദിക്കും വാട്ട് കൈൻഡ് ഓഫ് ആൻ ആനിമൽ ഈസ് ദിസ്, എന്നിട്ട് ഓപ്ഷൻ ബേർഡ്സ്, റെപ്റ്റൈൽസ്, ആംഫിബിയൻസ്, ഇങ്ങനെ ഓപ്ഷൻ തരിക. ഇനി ഒരിക്കലെ ഒരു സ്പീഷീസിന്റെ പേര് തന്നിട്ട് സയന്റിഫിക് നെയിം തന്നിട്ട് എന്ത് തരം സ്പീഷീസ് ആണിത്. സോ ആൻസർ ഇൻവേസീവ് സ്പീഷീസ് എന്നായിരുന്നു അന്നത്തെ ആൻസർ. അപ്പോൾ അങ്ങനെ നമുക്ക് പരിചിതമല്ലാത്ത പേരുകൾ തരുമ്പോൾ ക്വസ്റ്റ്യൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് നമുക്ക് പത്രത്തിൽ നിന്ന് പഠിക്കണം. ലണ്ടന കെമര എന്ന് പറയുന്ന സാധനം നമ്മൾ മലയാളത്തിൽ അരിപ്പൂവ് എന്നറിയപ്പെടുന്ന സാധനമാണ്. അരിപ്പൂവ് നിങ്ങൾ കണ്ടിട്ടുള്ള നല്ല ഓരോ ഓർണമെന്റൽ ഫ്ലവറാ, നല്ല രസമാണ് അതിന് കാണാൻ. പല കളറിലെ ചെറിയ 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 പൂക്കളോട് കൂടിയിട്ട് ബഞ്ചായിട്ട്. നമ്മുടെയൊക്കെ നാട്ടിലുണ്ട് ഈ സാധനം, നമ്മുടെ എല്ലാവരുടെയും നാട്ടിലുള്ള സാധനമാണ്. വൈലി ഇത് കേരള, കർണാടക, തമിഴ്നാട് സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. അതിനെക്കുറിച്ചിട്ടാണ് ചോദ്യം. ഫസ്റ്റ് വൺ, ലണ്ടന കെമര ഇസ് എ നേറ്റീവ് പ്ലാന്റ് ഓഫ് ഇന്ത്യ, പർട്ടിക്കുലർലി ഫൗണ്ട് ഇൻ ദി വെസ്റ്റേൺ ഗാർഡ്സ്. ഡയറക്റ്റ് ആൻസർ പറയാമല്ലോ. വെസ്റ്റേൺ ഗാർഡ്സിലുണ്ട്, പക്ഷേ നേറ്റീവ് ടു ഇന്ത്യ അല്ല. ഈ പാർട്ട് തെറ്റാണ്. നേറ്റീവ് ടു ഇന്ത്യ അല്ല, ഇറ്റ് ഈസ് നേറ്റീവ് ടു ദി അമേരിക്കാസ്. പ്രത്യേകിച്ച് ട്രോപ്പിക്കൽ അമേരിക്കാസിലുള്ള അവിടെ നിന്നും വന്നിട്ടുള്ള ഒരു പ്ലാന്റ് സ്പീഷീസ് ആണ് ലണ്ടന കെമര എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് ഈസ് നോൺ ഫോർ ഇറ്റ്സ് ഡെൻസ് ഗ്രോത്ത് forming thickets that suppress the growth of other vegetation. This is true because ലണ്ടന കെമര എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻവേസീവ് സ്പീഷീസ് ആണ്. ഇൻവേസീവ് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ ഇവനെ ഏതെങ്കിലും ഒരു എൻവയോൺമെന്റിലേക്ക് പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവൻ പിന്നെ ആ ഏരിയ അവന്റെ സ്വന്തമാക്കി മാറ്റും. ഇവനങ്ങ് വളർന്ന് പന്തലിക്കും. മാത്രമല്ല ഇവന്റെ വളർച്ചയിൽ ബാക്കിയുള്ളവരെ മുരടിപ്പിക്കുകയും ചെയ്യും. അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ. ഇൻവേസീവ് സ്പീഷീസിന്റെ പൊതു സ്വഭാവം അതാ. ഇവനെ വളർത്തി വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കാണുന്ന കമ്മ്യൂണിസ്റ്റ് പച്ചയില്ലേ, കമ്മ്യൂണിസ്റ്റ് പച്ച ഒരു ഇൻവേസീവ് സ്പീഷീസാണ്. നിങ്ങൾ നോക്കിയാൽ മതി, കമ്മ്യൂണിസ്റ്റ് പച്ച ഉള്ളിടത്തൊന്നും എന്താണ്, മറ്റൊരു ചെടിയെ വളരാൻ ഇവൻ അനുവദിക്കത്തില്ല. വല്ല പുല്ലൊക്കെ കിളിക്കുന്നുണ്ടാവും അവിടെ ഇവിടെയൊക്കെ, പക്ഷേ കമ്മ്യൂണിസ്റ്റ് പച്ച കയറിയിടത്തൊക്കെ ഇവനങ്ങ് ആർത്ത് കിളിച്ചങ്ങ് പോവും. അതേപോലെ കാണാം അരിപ്പൂവും. ഇതേപോലെക്ക് എന്താണ്, ഇൻവേസീവ് സ്പീഷീസ് ആണ്. അതുകൊണ്ട് ബാക്കിയുള്ള ഒന്നിനെ വളരാൻ ഇവൻ അനുവദിക്കരുത്. ഇവന് തിക്കായിട്ടുള്ള ഇതായി മാറും, ഭയങ്കര തിക്ക് ഒരു വെജിറ്റേഷനായിട്ട് മാറും. സോ താഴേക്ക് യാതൊരുവിധ വെജിറ്റേഷനെയും വളരാൻ അനുവദിക്കത്തില്ല. നെക്സ്റ്റ് വൺ നോക്കൂ, ദി പ്ലാന്റ് ഈസ് ഹൈലി ടോക്സിക് ടു ലൈഫ് സ്റ്റോക്ക് ആൻഡ് ക്യാൻ ബി പോയിസണസ് ടു ഹ്യൂമൻസ് ഇഫ് ഇൻജസ്റ്റഡ്. അതായത് ലൈഫ് സ്റ്റോക്കിന്, മൃഗങ്ങൾക്ക്, കന്നുകാലികൾക്ക് ഇത് അപകടകരമാണ് കഴിച്ചു കഴിഞ്ഞാൽ. മാത്രമല്ല ഹ്യൂമൻസിന് ഇത് കഴിച്ചു കഴിഞ്ഞാൽ പോയിസണസ് ആയി മാറും. ഇത് എത്രയോ കാലമായി കേരളത്തിൽ ഉൾപ്പെടെ പറഞ്ഞു കേൾക്കുന്ന വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ വീടുകളിൽ നിന്നൊക്കെ ഈ ലണ്ടന കെമര ഒഴിവാക്കാൻ പണ്ടൊരു കാലത്ത് ഭയങ്കരമായിട്ട് ഓർണമെന്റലി ഇത് കൃഷി ചെയ്യുമായിരുന്നു. പിന്നെ ഇത് ഒഴിവാക്കാനുള്ള റീസൺ ഇതാണ്. അതായത് ഹ്യൂമൻസിനും ഇത് പോയിസണസ് ആണ് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായി. എന്ന് വെച്ചാൽ ഡെഡ്ലി എന്നൊന്നും പറയാനൊക്കത്തില്ല, സ്റ്റിൽ ഇതൊരു പോയിസണസ് ആണ് ഹ്യൂമൻസിന്. സോ 2ഉം 3ഉം കറക്റ്റ് ആയിരിക്കുകയാണ്. ഇനി ഫോർത്ത് വൺ നോക്കുക, ബയോളജിക്കൽ കൺട്രോൾ മെത്തേഡ്സ് സച്ച് ആസ് ദി യൂസ് ഓഫ് സ്പെസിഫിക് ഇൻസെക്ട്സ് ഹാവ് ഷോൺ കംപ്ലീറ്റ് സക്സസ് ഇൻ ഇറാഡിക്കേറ്റിംഗ് ലണ്ടന കെമര ഗ്ലോബലി. എന്താണ് കംപ്ലീറ്റ് സക്സസ് ഉണ്ടായെന്ന്? സ്പെസിഫിക് ഇൻസെക്ട്സിനെ വിട്ട് ലണ്ടന കെമരയെ പൂർണ്ണമായിട്ടും തുടച്ചു നിൽക്കാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ ഇതെന്താണ്? എക്സ്ട്രീം കീവേഡ് ആണല്ലേ. എക്സ്ട്രീം കീവേഡ് ആണെങ്കിൽ നമ്മൾ എന്തെടുക്കും? സ്റ്റേറ്റ്മെന്റ് റോങ് ആയിട്ട് കൺസിഡർ ചെയ്യും. തീർച്ചയായിട്ടും ലണ്ടന കെമരയെ പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റാനൊന്നും നമുക്കായിട്ടില്ല. സോ ദ റൈറ്റ് ആൻസർ ഈസ് 2 and 3. ഓക്കെ, ഈ ലണ്ടന കെമര തീർച്ചയായിട്ടും പഠിച്ചു വെക്കേണ്ട ഒരെണ്ണമാണ്. ഇറ്റ്സ് നേറ്റീവ് ടു ദി ട്രോപ്പിക്കൽ അമേരിക്കാസ്. ഇന്ത്യയിലേക്ക് ബ്രിട്ടീഷുകാരാണ് കൊണ്ടുവന്നത്. അതിനുശേഷം അതൊരു ഇൻവേസീവ് സ്പീഷീസ് ആയി മാറിയിരിക്കുകയാണ്. ഓക്കെ, ഇറ്റ് ഹാസ് ഓൾസോ ഹാസ് അലിലോപ്പതിക് എഫക്ട്. അലിലോപ്പതി എന്താണെന്ന് നിങ്ങൾ എൻവയോൺമെന്റിൽ പഠിക്കുന്നുണ്ട് ബേസിക്സിന്. സോ അലിലോപ്പതി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് അലിലോപ്പതിക് എഫക്ട് എന്ന് പറയുമ്പോൾ എന്താണെന്നുള്ള ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇനിയും ഇത് കൂടാതെ മെയിൻസിലേക്കുമായിട്ട് നിങ്ങൾക്ക് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ ലണ്ടന കെമര ഞാൻ പറഞ്ഞു എവിടെയൊക്കെയാണ് ഉണ്ടാകുന്നത്. ഏറ്റവും കൂടുതൽ
തഴച്ചു വളരുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള, തമിഴ്നാട് ആൻഡ് കർണാടകയാണ്. ഇതിൽ തമിഴ്നാട്ടിലും കർണാടകയിലും ഈ ലണ്ടാന കമാര ഇപ്പം ഭയങ്കര വലിയൊരു വരുമാന മാർഗമാണ്. ആർക്ക് എന്ന് ചോദിച്ചാൽ ഫോർ ട്രൈബൽസ്, അതായത് ചില NGOസിൻ്റെയും ഒക്കെ ഇടപെടൽ കാരണം ഈ ലണ്ടാന കമാരയെ അവർ ഫർണിച്ചറാക്കി കൺവേർട്ട് ചെയ്യുക. മനസ്സിലായോ? ഫർണിച്ചറാക്കി. അത് ലണ്ടന കമര നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വലിയ തടിയൊന്നുമല്ല, ചെറിയ ഇതാ. പക്ഷെ അതിൻ്റെ തണ്ടുകൾ, സ്റ്റെംസ് കൂട്ടിച്ചേർത്ത് മറ്റേ നമ്മൾ ചൂരൽ പോലൊക്കെ കെട്ടി ഉണ്ടാക്കിയിട്ട് എന്താണ് ഫർണിച്ചർ ഉണ്ടാക്കുക. ഈ ഫർണിച്ചറിന് ഇന്ത്യൻ മാർക്കറ്റ് മാത്രമല്ല, ഇന്റർനാഷണൽ മാർക്കറ്റ് ഉണ്ടായിട്ടുണ്ട്. അതായത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ കോടികളുടെ ടേൺ ഓവറാണ് ഈ ലണ്ടാന കമാരയുടെ ഫർണിച്ചറിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതായത് ട്രൈബൽ പോപ്പുലേഷൻ ഇത് മെയിൻലി ഇതിൽ ഇടപെടുന്നത്. കാരണം കാടുകളിൽ കയറി ഇത് വെട്ടിയെടുത്ത് ഫർണിച്ചർ ആക്കണം. NGOs ട്രൈബൽസിൻ്റെ അപ്ലിഫ്റ്റ്മെൻറ്റിന് വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ്. അപ്പം അത് വലിയ രീതിയിൽ ട്രൈബൽസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ലണ്ടാന കമാര കേവലം ഒരു ഇൻവേസീവ് സ്പീഷീസ് ആക്കി പഠിച്ച് തള്ളുകയല്ല വേണ്ടത്. അത് ഭയങ്കര വലിയ രീതിയിൽ എന്താണ് ഒരു റവന്യൂ ജനറേറ്റിംഗ് സാധനമായി മാറിയിരിക്കുകയാണ്. നിങ്ങൾ നോക്കിയാൽ മതി, ലണ്ടാന കമാര എലിഫൻസ് എന്നും പറഞ്ഞിട്ട് ഗൂഗിളിൽ ചുമ്മാ സെർച്ച് ചെയ്ത് നോക്കുക. ഓക്കെ, ലണ്ടാന കമാര എലിഫൻസ്, അതായത് ഭയങ്കര സൈസുള്ള എലിഫൻറ്റിൻ്റെ രൂപം ഈ ലണ്ടാന കമാരയുടെ തണ്ടുകൾ വെച്ചിട്ടുണ്ടാക്കുന്നു. അത് നമുക്ക് നോക്കിയാൽ കാണാം. രാഷ്ട്രപതി ഭവൻ മ്യൂസിയത്തിലുണ്ട്. ഈവൻ ബ്രിട്ടീഷ് രാജകുടുംബത്തിൻ്റെ പക്കലുണ്ട്. അതായത് നമ്മുടെ ഇന്ത്യയിലെ പല എയർപോർട്ടുകളിലും ഇത് കാണാം. അത് വലിയ ഇന്റർനാഷണലി വലിയ മാർക്കറ്റിൽ ലണ്ടാന കമാര എലിഫൻസിന് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് മെയിൻസിൽ യൂസ്ഫുൾ ആയിട്ട് വരും. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒക്കെ എഴുതി വെക്കാൻ പറ്റുന്ന ഒരു സാധനം, അതുകൊണ്ട് അത് പറഞ്ഞു. അതായത് കണ്ടോ, അരിപ്പൂവ്, ഈ സാധനമാണ് ലണ്ടാന കമാര. നോക്കൂ, ഈ ക്വസ്റ്റ്യൻ ഒരു നോർമൽ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യണം. പക്ഷേ ഇത് വന്ന സോഴ്സാണ് ഞാൻ നിങ്ങളെ കാണിക്കുമ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല പലരും. നിങ്ങൾ ചോദിക്കും, ഈ ചോദ്യം അല്ലെങ്കിൽ ഈ ടോപ്പിക്ക് ഹിന്ദുവിൽ എവിടെ ഉണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് എൻ്റെ നല്ലൊരു ഉത്തരമുണ്ട്. നിങ്ങൾ പത്രം എങ്ങനെ വായിക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും. ഓക്കെ, നോക്കൂ, ക്വസ്റ്റ്യൻ ഇതാണ്: ഹൗ മെനി ഓഫ് ദി ഫോളോയിങ് ആർ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ്? 4 സ്പീഷീസിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് എത്ര എണ്ണം ആണ് എന്നാണ് ചോദ്യം. നമ്മുടെ IUCN റെഡ് ലിസ്റ്റ് പ്രകാരം എന്താ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏതിനെയൊക്കെയാണ് എന്നാണ് ചോദ്യം. അറിയാൻ വലിയ ചാൻസ് ഒന്നുമില്ല. വെറ്ററൻസ് ഈസി ആയിട്ട് ആൻസർ ചെയ്യും, കാരണം അവർ ഒരുപാട് വർഷങ്ങളായിട്ട് പഠിച്ചു വെച്ചിട്ടുള്ള ഒരു സാധനമായിരിക്കും. നോക്കാം, ഇതിനകത്ത് ഘരിയൽ ഒരു ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള സ്പീഷീസ് ആണ്. ഘരിയൽ എന്ന് പറഞ്ഞാൽ ടൈപ്പ് ഓഫ് ക്രൊക്കഡൈലാണ്. ഓക്കെ, റെഡ് ക്രൗണ്ട് റൂഫ്ഡ് ടർട്ടിലും എന്താണ് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണ്. സോ ആൻസർ ഈസ് ഓൺലി 2. ഇതിനകത്ത് ഗാൻജറ്റിക് റിവർ ഡോൾഫിനും ഇൻഡസ് റിവർ ഡോൾഫിനും എന്താണ് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ഒന്നുമല്ല, പക്ഷേ എൻഡേഞ്ചേർഡ് ആണ്. മനസ്സിലായി? ഇത് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് അല്ല, എൻഡേഞ്ചേർഡ് ആണ്. പക്ഷെ ഘരിയലും റെഡ് ക്രൗണ്ട് റൂഫ്ഡ് ടർട്ടിലും എന്താണ് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണ്. ഘരിയൽ നമുക്ക് ബേസിക്കലി ഇന്ത്യ, ബംഗ്ലാദേശ്, നേപ്പാൾ ആ സൈഡിലൊക്കെ കാണാൻ കഴിയുന്ന ടൈപ്പ് ഓഫ് ക്രൊക്കഡൈലാണ്. റെഡ് ക്രൗണ്ട് റൂഫ്ഡ് ടർട്ടിൽ ഇന്ത്യയിൽ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, ഇനി ന്യൂസ് വന്ന സോഴ്സ് നിങ്ങൾക്ക് കാണണ്ടേ? നമുക്ക് നോക്കാം. നിങ്ങൾ ഇങ്ങനെ ഒരു കാർട്ടൂൺ ഹിന്ദുവിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനെ ഒരു കാർട്ടൂണ് ഹിന്ദുവിൽ ഉണ്ടായിരുന്നു. ഹിന്ദു പേപ്പറിൽ, ഡിജിറ്റലൊന്നും അല്ല ഞാൻ പറയുന്നത്, ഹിന്ദുവിൻ്റെ ന്യൂസ് പേപ്പറിൽ ഇതുണ്ടായിരുന്നു. ഇതിനകത്ത് കണ്ടോ, ഘരിയൽ, റെഡ് ക്രൗണ്ട് റൂഫ്ഡ് ടർട്ടിൽ, ഗാൻജറ്റിക് ഡോൾഫിൻ, ഇൻഡസ് ഡോൾഫിൻ. അതായത് ഇവയൊക്കെ എൻഡേഞ്ചേർഡാ. എൻ്റെ ചോദ്യം ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ഏതൊക്കെയാണെന്നാ. ഇതെല്ലാം എൻഡേഞ്ചേർഡ് തന്നെയാണ്. സോ ക്വസ്റ്റ്യൻ വന്ന സോഴ്സ് കണ്ടോ. ഞാൻ പറയാം, എപ്പോഴും പത്രത്തിൽ എൻവയോൺമെൻറ്റ് എവിടെ ഉണ്ടോ അതെല്ലാം ശ്രദ്ധിക്കണം. എക്കണോമി എവിടെ ഉണ്ടോ അവിടെ എല്ലാം ശ്രദ്ധിക്കണം. സ്കീംസ് എവിടെ ഉണ്ടോ അതൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? എവിടെ ഉണ്ടോ അവിടെ ശ്രദ്ധിക്കണം. ഇത് നോർമൽ ന്യൂസ് മെറ്റീരിയലിൽ മാത്രമല്ല, ആർട്ടിക്കിൾസിൽ മാത്രമല്ല, ഇതുപോലത്തെ കാർട്ടൂൺസിലും ഈ സാധനം കണ്ടുവരാനുള്ള സാധ്യത ഭയങ്കരമായിട്ടുണ്ട്. ഇപ്പം മനസ്സിലായോ പത്രം വായിക്കേണ്ട രീതി എങ്ങനെയാണ് എന്ന്? അപ്പം ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? ഇപ്പം ഇതേപോലെയൊക്കെ ആയിരിക്കും UPSCക്കാരും ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുന്നത് എന്നൊരു ബോധം നമുക്കുണ്ടാവണം. അവരും പത്രം വായിക്കുന്നുണ്ട്,
അവരും ഇതൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ ഞാൻ കണ്ടപ്പോഴാണ് ഇത് നമ്മുടെ ചോദ്യമായിട്ട് മാറിയത്. സോ ദാറ്റ്സ് ദി എൻഡ് ഓഫ് ദിസ് എപ്പിസോഡ്.